ദൃശ്യങ്ങളാണ് കാണുന്നത്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയുടെ മുന്നിലാണ് ഈ രംഗം. ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. ഷഫീദ്, ഈ കുഞ്ഞിൻ്റെ മൃതദേഹം എപ്പോഴാണ്, മിഥുൻ്റെ മൃതദേഹം ഈ ആംബുലൻസിൽ തേവലക്കരയിലേക്ക് കൊണ്ടുപോവുക? വി ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരും. ജയശങ്കർ, വിളന്തറയിലെ ഗ്രാമത്തിലേക്ക് എപ്പോഴായിരിക്കും ഈ മൃതദേഹം കൊണ്ടുപോവുക? അവിടെ ആളുകൾ കാത്തു നിൽക്കാത്തതുകൊണ്ട് കുറച്ച് നേരമായിരിക്കുന്നു. അവിടുത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞോ? നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി എന്നാണ് എൻ്റെ വിശ്വാസം. ജയശങ്കർ ചേരുകയാണ്. പറയൂ ജയശങ്കർ. അല്പസമയത്തിനകം തന്നെ മിഥുൻ്റെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പ്രിയപ്പെട്ട മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അവന് വിട നൽകാൻ ജന്മനാടും ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂളിൽ ഉൾപ്പെടെ എല്ലാവിധ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പരമാവധി ആളുകൾക്കെത്തി, സ്കൂളിലെത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. അവൻ്റെ സഹപാഠികൾ, അധ്യാപകർ, പഴയ സ്കൂളിലെ കൂട്ടുകാർ, അങ്ങനെ എല്ലാവർക്കും തന്നെ എത്തുന്നതിനുള്ള സൗകര്യങ്ങൾ നിലവിൽ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ നാടിനെ സംബന്ധിച്ച് കേവലം ഒരു മരണം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു വൈകാരിക സംഭവം കൂടിയാണ്. കാരണം എന്നും കണ്ടുകൊണ്ടിരുന്ന ഒരാൾ രാവിലെ ചിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയൊരു കുട്ടി, പിന്നീട് ആ കുട്ടിയുടെ മരണ വാർത്ത എത്തുന്നു. അവിടെ സിസ്റ്റത്തിൻ്റെ പരാജയമുണ്ട്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മിഥുൻ്റെ അമ്മ സുജ കുവൈറ്റിൽ നിന്ന് വന്നിറങ്ങി. സുജ ഇപ്പോൾ കൊല്ലത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ ജാഗ്രത ഈ യാത്രയ്ക്കുണ്ട്. എസ്കോർട്ടിലല്ല പോകുന്നതെങ്കിൽ പോലും വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് എല്ലാ ജാഗ്രതകളും പാലിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സുരക്ഷാ വിവരം. ഇപ്പോൾ സലീം മാലിക് കൂടി ശാസ്താംകോട്ടയിൽ നിന്ന് ചേരുകയാണ്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എപ്പോഴാണ് വിട്ടുകിട്ടുക? കൂടുതൽ നടപടിക്രമങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ സലീം? SKN അവസാനത്തെ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 വയസ്സുകാരനായ മിഥുൻ എന്ന പൊന്നുമോൻ അവൻ്റെ അവസാന യാത്രയ്ക്ക് ഒരുങ്ങുന്ന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ സാക്ഷിയാകുന്നത്. ഇവിടെ ഈ ആശുപത്രിക്ക് മുൻപിൽ തന്നെ നിരവധി ആൾക്കൂട്ടം ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. മാത്രമല്ല, സ്കൂളിലേക്ക് എത്തിയാൽ അവിടെ ഒരു വലിയ ജനസഞ്ചയത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രമേൽ ഈ നാടിനെ വേദനയിലാക്കിയ ഒരു സംഭവമാണ്. ഈ നാട്ടിലൂടെ, ഈ ശാസ്താംകോട്ടയിലൂടെ, മൈനാഗപ്പള്ളിയിലൂടെയൊക്കെ പഠിച്ചു മിടുക്കനായി വലിയ ആളായി പോകേണ്ടിയിരുന്ന ഒരു കുട്ടി, മിടുക്കനായ ഒരു കുട്ടി, ഒരു സമർത്ഥനായ കുട്ടി, അധികാരികളുടെ അശ്രദ്ധ മൂലം ജീവിതം നഷ്ടപ്പെട്ട് ഏറ്റവും ഒടുവിൽ അവൻ്റെ അന്ത്യയാത്രയ്ക്കൊരുങ്ങുമ്പോൾ ഈ നാട് ഒന്നാകെ ഒരേ മനസ്സോടുകൂടി, ഒരേ വിങ്ങലോടുകൂടി അവനെ അന്ത്യയാത്രയ്ക്കൊരുക്കുന്ന, അയക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് ആ മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം തന്നെ ഏറെക്കുറെ ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ആ മൃതദേഹം അവിടെ നിന്നും പുറത്തിറക്കണം. പുറത്തിറങ്ങിയതിന് ശേഷം ഈ ആംബുലൻസിലേക്ക് കയറ്റി വിലാപയാത്രയായി ഇവിടെ നിന്നും ഈ സ്കൂളിലേക്ക്, മൈനാഗപ്പള്ളി സ്കൂളിലേക്ക് കൊണ്ടുപോകും.